പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുകയാണ്. കൊച്ചിയിൽ നടക്കുന്ന NDA പൊതുസമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. കൊച്ചിയിൽ നിന്ന് വിപിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെത്തുകയാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം NDA സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. NDA തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ NDA പ്രവർത്തകർക്ക് ആവേശമായി ഇന്ന് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുകയാണ്. 11:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം നേവൽ ഹെലിപ്പാഡിലേക്ക് വരും. അവിടെ നിന്നും റോഡ് മാർഗമാണ് ആദ്യ പരിപാടിയിലേക്ക് വരുന്നത്. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷം അത് മറൈൻ ഡ്രൈവിലാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി. ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തും. കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ട് മുന്നിൽ നിന്ന് ഒരു റോഡ് ഷോ തന്നെയുണ്ട്. NDA പ്രവർത്തകർ ഏകദേശം 10,000-ഓളം പ്രവർത്തകർ അതിൽ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അത് കലൂർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്താണ്. അവിടെയാണ് ഈ കേന്ദ്ര പദ്ധതികളുടെ ഏകദേശം 10,800 രൂപയുടെ ഊർജ്ജ ഹൈവേ മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 10,800 രൂപയുടെ പദ്ധതികളുടെ ശിലാസ്ഥാപനം, അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിർവഹിക്കും. അതിനുശേഷമാണ് NDAയുടെ പൊതുസമ്മേളനം. ഏകദേശം 2 മണിയോട് കൂടിയാണ് NDAയുടെ പൊതുസമ്മേളനമുള്ളത്. ഈ റോഡ് ഷോയ്ക്ക് ശേഷം ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഘടനാ പരിപാടി ഈ പൊതുസമ്മേളനമാണ്. 50,000-ഓളം ആളുകൾ അതിൽ പങ്കെടുക്കും എന്നുള്ളതും അറിയിച്ചിരിക്കുന്നു. വളരെ കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഇന്ന് കൊച്ചിയിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഏകദേശം 11 മണി മുതൽ 4 മണി വരെ കടുത്ത ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. അത് പ്രേക്ഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പരമാവധി മെട്രോ സർവീസ് ഉപയോഗിക്കുക, അതേപോലെ തന്നെ SLC പരീക്ഷയ്ക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നഗരത്തിലേക്ക് പ്രവേശിക്കാനും കഴിയുകയില്ല. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. റൂട്ടുകൾ മാറ്റിയവയൊക്കെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവ കൂടി ശ്രദ്ധിച്ചു വേണം ഇന്ന് കൊച്ചിയിലൂടെ സഞ്ചരിക്കാൻ എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത്, BJPയെ സംബന്ധിച്ച് അവരുടെ പ്രകടന പത്രിക, NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക ഇന്ന് പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി 3,000 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് അടക്കമുള്ള വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ കവച്ചു വയ്ക്കുന്ന എന്തായിരിക്കും BJP ഇന്ന് സസ്പെൻസായി കൊച്ചിയിൽ കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഒരു രാഷ്ട്രീയ ആകാംക്ഷയായി നിൽക്കുകയാണ്. ഒപ്പം തന്നെ അവരുടെ ഒരു വോട്ട് ശതമാനമൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാന ലക്ഷ്യമാവുന്നു. A ക്ലാസ് മണ്ഡലങ്ങൾ പ്രത്യേകം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയായി തന്നെ ഇതിനോടകം BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഈ ഒരു ജനുവരി മുതൽ തന്നെ ഇത് 2ാമത്തെ തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. വമ്പൻ വാഗ്ദാനങ്ങൾ കേരളത്തിലുണ്ടാകുമോ എന്നുള്ളത് കൂടി ഇന്നത്തെ ഈ സന്ദർശനത്തിൽ ഉറ്റുനോക്കുന്നുണ്ട്. പ്രവിത, ഗോകുൽ. തീർച്ചയായും വിപിനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കർട്ടൻ റൈസർ ആയിരിക്കും ഇന്ന് പ്രധാനമന്ത്രി നടത്തുക കൊച്ചിയിൽ. ഒപ്പം വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചിക്കാർ ശ്രദ്ധിക്കുക, ഇന്ന് ഉച്ച മുതൽ അല്ലെങ്കിൽ 11 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് എറണാകുളം നഗരത്തിലൂടെയുള്ള യാത്ര ചെയ്യുന്നവരും കൊച്ചിയിലുള്ളവരുമൊക്കെ കുറേ നിയന്ത്രണങ്ങളുണ്ട്. അതിനനുസരിച്ച് മുൻകരുതലോടുകൂടി നേരത്തെ ഇറങ്ങുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വഴികൾ ക്രമീകരിക്കുകയോ ഒക്കെ ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.